നമ്മുടെ വീണ്ടെടുപ്പുകാരനും ലോകത്തിൻ്റെ രക്ഷിതാവുമായ നസ്രയനാകുന്ന യേശു കർത്താവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും പ്രഭാത വന്ദനം. ഒരു പ്രഭാതം കൂടെ കാണുവാൻ കർത്താവ് നമുക്ക് ഇടം നൽകിയല്ലോ. ഈ പ്രഭാത സന്ദേശത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹാർദവമായ സ്വാഗതം അർപ്പിക്കുക. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. യഹോവയുടെ കണ്ണ് തന്നിൽ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെ താൻ ബലവാൻ എന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും ഊടാടിക്കൊണ്ട് ഇരിക്കുന്നു. ദൈവത്തിൻ്റെ ബലം നമ്മുടെ ചിന്തകൾക്കെല്ലാം അപ്പുറമാണ്. ദൈവത്തിൻ്റെ ശക്തിയെ നമുക്ക് ആർക്കും വർണ്ണിപ്പാൻ കഴിയാത്തതിലും അപ്പുറമാണ്. നമ്മുടെ ബുദ്ധിക്കോ നമ്മുടെ പരിജ്ഞാനത്തിനോ ഇല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ ജ്ഞാനങ്ങൾക്കോ ഒന്നും മനസ്സിലാക്കാനോ അളക്കാനോ കഴിയാത്ത ശക്തി നമ്മുടെ ദൈവത്തിനുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ഉൽപ്പത്തി പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ സ്തോത്രം ഇന്ന് കാണുന്ന സകല പ്രപഞ്ചത്തിൻ്റെ സകല മേഖലകളെയും സകല വസ്തുതകളെയും അല്ലെങ്കിൽ സകല ഭാഗങ്ങളെയും ഒറ്റ വാക്കുകൊണ്ട് സൃഷ്ടിച്ച ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയില്ലേ. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, സ്തോത്രം, കടല്, അതുപോലെ സമുദ്രത്തിലെ മത്സ്യങ്ങൾ, പ്രൈസലോ, ഇന്ന് കാണുന്ന സകലതും ഒറ്റ വാക്കിനാൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അത് ഉളവായി വന്നു. ഇതാണ് ദൈവത്തിൻ്റെ ബലവും ദൈവത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് അവർ സർവശക്തനായ ദൈവമാണ്. പ്രൈസ് ലോർഡ്. എന്നാൽ ദൈവത്തിൻ്റെ ബലം എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുന്നില്ല? ചില വിഷയങ്ങളുടെ നടുവിൽ, ചില പ്രതിസന്ധികളുടെ നടുവിൽ പലപ്പോഴും നമ്മൾ പകച്ചു നിന്ന് പോകുന്ന സാഹചര്യങ്ങളുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച്, ചെങ്കടലിനെ പിളർന്ന ദൈവം, യോർദാനെ 2ആയി മുറിച്ചു മാറ്റിയ ദൈവം, തീക്കൽപ്പാറയിൽ നിന്ന് വെള്ളത്തെ പുറപ്പെടുവിച്ച കർത്താവ്, കയ്പിനെ മധുരമാക്കിയ ദൈവം, ഫറവോന്യ കൂടാരങ്ങളെ തകർത്ത ദൈവശക്തി, ഇതെല്ലാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നതാണ് അല്ലേ. എന്നാൽ അങ്ങനെയുള്ള ദൈവത്തിന് നമ്മുടെ വിഷയത്തിൽ ഇടപെടരുതോ? നമ്മുടെ വിഷയങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവർത്തിക്ക് എന്താ തടസ്സം വരുന്നത്? ഇവിടെയാണ് നമ്മൾ ഇന്നത്തെ പ്രഭാതത്തിൽ ചിന്ത. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, യഹോവയുടെ കണ്ണ് തന്നിൽ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെ താൻ ബലവാൻ എന്ന് കാണിക്കേണ്ടതില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ബലം എവിടെയാണ് വെളിപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ, വെളിപ്പെടുന്ന ഒരേ ഒരു മേഖല എന്ന് പറയുന്നത് ഏകാഗ്ര ഹൃദയത്തോടുകൂടെ, സ്തോത്രം, പൂർണ്ണ ഹൃദയത്തോടുകൂടെ, ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കാൻ, ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിപ്പാൻ. പരീക്ഷഭക്തിയല്ല, കപട തലങ്ങളല്ല, പകരം ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഹൃദയത്തിൻ്റെ പൂർണ്ണതയോടുകൂടെ നമ്മൾ ദൈവത്തെ സ്തുതിപ്പാൻ ആഗ്രഹിച്ചാൽ അതിനെയാണ് ബൈബിൾ പറഞ്ഞത്, തന്നിൽ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ ബലത്തെ ദൈവം വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയാകും. മർക്കോസ് സുവിശേഷം 12-ാം അധ്യായം 33-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ കാണുന്നു, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ, സ്തോത്രം, നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം. മാത്രമല്ല അത് സർവാംഗ ഹോമങ്ങളിലും യാഗങ്ങളെക്കാളും വിലയേറിയതെന്ന് ബൈബിൾ നമ്മെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നമ്മൾ ദൈവത്തെ സ്തുതിപ്പാനുണ്ട്. എന്തുവാ ഈ പൂർണ്ണ ഹൃദയം എന്ന വാക്കുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്? സ്തോത്രം, പൂർണ്ണമായത്, ഭാഗികമായതല്ല, വിഭജിക്കപ്പെടുന്നതല്ല. സ്തോത്രം, ഹല്ലേലൂയ. കുറച്ച് ഒരാളിനെ വേറൊരാളിനെ എന്നുള്ളത് ബാക്കി ദൈവത്തിന് എന്നുള്ളതല്ല, പകരം നമ്മുടെ ഹൃദയം മുഴുവൻ ദൈവത്തിന് അർപ്പിക്കാൻ നമ്മൾ തയ്യാറായാൽ അതിനെയാണ് പൂർണ്ണ ഹൃദയമെന്ന് പറയുന്നത്. സ്തോത്രം. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ അതിൻ്റെ സ്തോത്രം ഇംഗ്ലീഷ് പരിഭാഷയിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഹിസ് ഹാർട്ട് എന്നാണ്, അങ്ങനെ ഒരു പ്രയോഗമാണ് അവിടെ നമുക്ക് കാണാൻ. ദൈവത്തിൻ്റെ ഹൃദയമായിട്ട് നമ്മുടെ ഹൃദയം മാറും. അതുകൊണ്ടൊക്കെ ഇല്ലേ ദാവീദിനോട് ഉള്ള ബന്ധത്തിൽ പറഞ്ഞത്, ഇവരെൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. ഏകാഗ്രതയോടുകൂടെ ദൈവത്തെ സേവിപ്പാൻ, ഏകാഗ്രതയോടുകൂടെ ദൈവത്തെ ആരാധിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സന്ദേശത്തിനാണ് സ്തോത്രം ചെയ്യുന്നത്. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാനിടയാകും. ഏകാഗ്ര ഹൃദയത്തോടുകൂടെ കർത്താവിനെ സ്തുതിപ്പാൻ ദൈവം ഇടവരുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും കർത്താവിനെ യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.